കേരളത്തിൽ വലിയ തോതിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ട വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദ കേസിൽ അതീവ പ്രാധാന്യമുള്ള നിയമപരമായ ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേസിലെ പ്രധാന വ്യക്തിയായ മുഹമ്മദ് ഫർമാൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിക്കൊണ്ട് കോടതി പ്രഖ്യാപിച്ച ഇടക്കാല ആശ്വാസം ജുഡീഷ്യൽ നടപടിക്രമങ്ങളുടെ സങ്കീർണമായ വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിയുടെ അറസ്റ്റ് ഒരു മാസത്തേക്ക് തടഞ്ഞു വെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഈ കാലയളവിനുള്ളിൽ കൃത്യമായ നിയമപരിഹാരങ്ങൾ തേടുന്നതിനായി അധികാര പരിധിയുള്ള യഥാർത്ഥ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിയമപാലനവും പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള നിയമപരമായ സന്തുലിതാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഉത്തരവ്. ഈ ജുഡീഷ്യൽ തീരുമാനത്തിന്റെ ഘടനയെയും തന്ത്രപരമായ നിയമവശങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ അന്തർ സംസ്ഥാന നിയമപരിധികളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വശങ്ങളാണ് ഇവിടെ പ്രമുഖമായി നിൽക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലവും പരിശോധിച്ച ഹൈക്കോടതി കൃത്യമായ അധികാര പരിധിയുള്ള മധ്യപ്രദേശിലെ കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഉയർന്ന നീതിന്യായ സ്ഥാപനം മറ്റൊരു സംസ്ഥാനത്തെ നിയമപരമായ പരിഗതികളിലേക്ക് നേരിട്ട് കയറാതെ അതേസമയം ഹർജിക്കാരന്റെ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ ഒരു മാസത്തെ താൽക്കാലിക സംരക്ഷണം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഈ ഇടക്കാല ഉത്തരവ് പ്രതിക്ക് മധ്യപ്രദേശിലെ നിയമ സംവിധാനത്തിലേക്ക് മുന്നിൽ കൃത്യമായി തന്റെ ഭാഗം വാദിക്കാനുള്ള സാവകാശം ഉറപ്പാക്കുന്നു. ഭരണകൂടത്തിന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിലും നിയമനിർവഹണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിലും ഇത്തരം ഹൈക്കോടതി ഉത്തരവുകൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ക്രിമിനൽ നിയമ നടപടികളിൽ പോലീസ് അധികാരം ഉപയോഗിക്കുമ്പോൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ ജുഡീഷ്യറി എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. വ്യക്തിപരമായ തർക്കങ്ങൾക്കും സാമൂഹിക മാധ്യമങ്ങളിലെ വിചാരണകൾക്കും അപ്പുറം രാജ്യാന്തര നിയമവ്യവസ്ഥയും ഭരണഘടനാപരമായ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രമേ ഏതൊരു കുറ്റാന്വേഷണവും മുന്നോട്ടു പോകാൻ പാടുള്ളൂ എന്ന് ഈ ഉത്തരവിലൂടെ കോടതികൾ വീണ്ടും അടിവരയിടുന്നു. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ താൽക്കാലിക പൊതുവികാരങ്ങൾക്കോ അടിപ്പെടാതെ കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കുക എന്നതാണ് ഇത്തരം നീതിന്യായ പ്രക്രിയകളുടെ യഥാർത്ഥ മൂല്യം. നിയമത്തിന്റെ നിഷ്പക്ഷതയും കൃത്യമായ നടപടിക്രമങ്ങളും പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉന്നത കോടതികൾ ഇടപെടുന്നത് ജനാധിപത്യത്തിന്റെ കാവൽക്കോട്ടുകളായി ജുഡീഷ്യറി നിലകൊള്ളുന്നതുകൊണ്ടാണ്. അന്തർ സംസ്ഥാന തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസികൾ പാലിക്കേണ്ട നിയമപരമായ പരിധികളെ കുറിച്ച് വ്യക്തമായ ഒരു സന്ദേശം കൂടി ഈ ഉത്തരവ് നൽകുന്നുണ്ട്. രാജ്യത്തെ നിയമനിർമ്മാണ സഭകളും നീതിന്യായ വ്യവസ്ഥകളും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എടുക്കുന്ന ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഒരു ബോധമുള്ള പൗര സമൂഹത്തിന് അത്യാവശ്യമാണ്. ജനാധിപത്യവും നിയമപാലനവും കൈകോർത്തു പോകുന്ന ഈ സങ്കീർണമായ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഈ നയപരമായ ഇടപെടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വസ്തുതാപരമായ വിലയിരുത്തലുകൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഗൗരവമേറിയ നിയമ രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുക.